വലിയ രീതിയിലുള്ള ആൾനാശത്തിലേക്ക് എന്തായാലും ഡൽഹിയിലെ ദുരിത മഴ കൊണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്തിച്ചിട്ടുണ്ട്. 8 മരണങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് എയർപോർട്ടിൻ്റെ മേൽക്കൂര തകർന്നു വീണാണ്. അതല്ലാതെ ഇന്നലെ രാത്രിയോടുകൂടി ഡൽഹിയിലെ ന്യൂ ഉസ്മാൻപൂരിൽ 2 കുട്ടികൾ, കളിക്കാനിറങ്ങിയ 2 കുട്ടികൾ ഓടയിൽ വീണ് മരിച്ചിരുന്നു. ഇന്ന് രാവിലെയോടെയാണ് മറ്റ് 5 മരണം കൂടി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. 3 കുട്ടികളാണ്. 3 കുട്ടികളും ഗ്രേറ്റർ നോയിഡയിൽ ഇന്നലെ വൈകിട്ട് തന്നെ കളിക്കാനിറങ്ങിയ സമയത്ത് അവിടെ നിർമ്മാണത്തിലിരുന്ന ഒരു വീട്, ആ വീടിനോട് ചേർന്നുള്ളൊരു മതിൽ കനത്ത മഴയിൽ തകർന്നു വീണു. 8 കുട്ടികളാണ് മതിലിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ടത്. ഇവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിൽ 3 കുട്ടികൾ മരണപ്പെടുകയായിരുന്നു. മറ്റ് 5 കുട്ടികൾ ഇപ്പോഴും പരിക്കേറ്റ് ചികിത്സയിലാണ്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ 5 പേരുടെയും ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ 8 മരണങ്ങൾ എന്തായാലും ഇപ്പോൾ ഇതിനോടകം തന്നെ ഡൽഹിയിലെ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് മഴയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാവിലെ 5:30 ഈ ഡൽഹി വസന്ത് വിഹാറിലുണ്ടായ ഒരു നിർമ്മാണത്തിലിരുന്ന കെട്ടിടം, ആ കെട്ടിടത്തിനോട് ചേർന്ന് തന്നെ നിർമ്മാണ തൊഴിലാളികളിൽ തന്നെ ചെറിയ കുടിലുകൾ കെട്ടി താമസിച്ചിരുന്നു. ആ കുടിലുകൾക്ക് മേലേക്കാണ് കനത്ത മഴയിലും കാറ്റിലും മരങ്ങൾ പെട്ടെന്ന് തന്നെ വീണത്. ആ കുടിലുകൾ മറിഞ്ഞു. നിർമ്മിച്ചുകൊണ്ടിരുന്ന കെട്ടിടത്തിന്റെ ഒരു അടിത്തറ എന്ന ഭാഗത്തേക്ക് ഒരു കുഴി എടുത്തിരുന്നു. ആ കുഴി മുഴുവനായിട്ടും വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നു. ആ വെള്ളത്തിലേക്കാണ് ഈ 3 തൊഴിലാളികളും മറിഞ്ഞു വീണിരുന്നത്. പിന്നെ ചെളിയിലെല്ലാം അകപ്പെട്ടവർ ഏകദേശം 24 മണിക്കൂർ ആ വെള്ളത്തിൽ തന്നെ കിടക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 5:30 അതായത് ഈ അപകടം സംഭവിച്ച് 24 മണിക്കൂറിന് ശേഷമാണ് അതിൽ ആദ്യത്തെ മൃതശരീരം ഫയർഫോഴ്സിനും അതുപോലെ തന്നെ NDRFിനും പുറത്തെടുക്കാൻ വേണ്ടി സാധിച്ചത്. 19 വയസ്സ് മാത്രമുണ്ടായിരുന്നത് ബീഹാർ സ്വദേശിയാണ്. സന്തോഷ് എന്നാണ് പേര്. അല്പം മുൻപ് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ നേരം മുൻപാണ് രണ്ടാമത്തെ മൃതശരീരം കൂടി പുറത്തെടുത്തത്. അതും ബീഹാർ സ്വദേശിയുടെയാണ്. സന്തോഷ് എന്നതാണ് പേര്. ഇനി 3ാമൻ്റെ കൂടി മൃതശരീരം പുറത്തെടുക്കാറുണ്ട്. ആ മൃതശരീരം കണ്ടെത്തി എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അത് മധ്യപ്രദേശ് സ്വദേശിയുടേതാണ്. അദ്ദേഹത്തിന്റെ കൂടി മൃതശരീരം പുറത്തെത്തിച്ചു കഴിഞ്ഞാൽ ഈ 3 പേരുടെയും മൃതദേഹങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി മറ്റ് ബന്ധുക്കൾക്കടക്കം വിട്ടു നൽകുന്ന നടപടിയിലേക്ക് കടക്കും. നിലവിലുള്ള 2 ബീഹാർ സ്വദേശികളുടെയും മൃതശരീരങ്ങൾ ഇതിനോടകം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ ബന്ധുക്കൾ ഈ അപകടം നടന്ന സ്ഥലത്ത് ഇപ്പോൾ തുടരുന്നുണ്ട്. മൃതശരീരം വിട്ടു നൽകി എത്രയും പെട്ടെന്ന് ബന്ധുക്കൾക്ക് കൈമാറണം എന്നുള്ള കാര്യം തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ എങ്ങോട്ടാണ്, ഏത് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും നിലവിൽ അവരോടൊന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇന്നലെ ഈ രക്ഷാദൗത്യം തുടങ്ങിയ സമയത്ത് മുതൽ വലിയ രീതിയിൽ അപാകതകൾ, പാളിച്ചകൾ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഫയർഫോഴ്സ് കൊണ്ടുവന്ന ഉപകരണങ്ങൾ പലതും കൃത്യമായി പ്രവർത്തിക്കാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അതിനുശേഷം നാട്ടുകാരുടെ അടക്കം സഹായം തേടിയാണ് കുറച്ചുകൂടി വേഗത്തിൽ മരങ്ങളടക്കം മുറിച്ചു മാറ്റി, അവശിഷ്ടങ്ങളെല്ലാം മാറ്റി, ക്രെയിനിൻ്റെ സഹായത്തോടുകൂടി മാറ്റി ഈ തിരച്ചിൽ കുറച്ചുകൂടി വേഗത്തിലേക്ക് ആക്കിയത്. എന്നാലും ഇന്നലെ രാത്രി പക്ഷേ വീണ്ടും മഴ വന്നതോടെ ഈ രക്ഷാദൗത്യം നിർത്തിവെക്കേണ്ടി വന്നു. ഇന്ന് രാവിലെയാണ് വീണ്ടും പുനരാരംഭിച്ചത്. ഇതിനോടകം തന്നെ 3 പേരും കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 2 പേരുടെ മൃതശരീരമാണ് നിലവിൽ പുറത്തെടുത്തിരിക്കുന്നത്. 2 പേരും ബീഹാർ സ്വദേശിയാണ്. മധ്യപ്രദേശ് സ്വദേശിയുടെ കൂടി മൃതശരീരം ഇനിയും പുറത്തേക്ക് എത്തിക്കാനുണ്ട്. അതിനുശേഷം മറ്റ് നടപടികൾ, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിയിലേക്ക് എന്തായാലും പോകുമെന്നുള്ള കാര്യമാണ്. നിലവിൽ ഡൽഹിയിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് മഴയില്ല, മഴ മാറി നിൽക്കുന്നുണ്ട്. ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് പലയിടത്തും ഉള്ളത്. പക്ഷേ പ്രധാനമായിട്ടും ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് മഴ മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അപകടങ്ങളോ നാശനഷ്ടങ്ങളോ ഉണ്ടാകില്ല എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. പക്ഷേ അപ്പോഴും അടുത്ത 3 ദിവസത്തേക്ക് ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും എന്നുള്ള ഒരു റിപ്പോർട്ട്, ഒരു പഠനമാണ് എന്തായാലും ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. മൺസൂൺ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാ നടപടികളടക്കം മറ്റ് കാര്യങ്ങളെല്ലാം ഡൽഹി സർക്കാർ ഏകോപിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആര്യ.